നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ മുൻഗണനേതര വിഭാഗത്തിലെ വെള്ള, നീല റേഷൻ കാർഡുകാർക്ക് ജനുവരി മാസത്തെ റേഷനൊപ്പം അധികം അരി ലഭിക്കില്ല. വെള്ളക്കാർഡിന് കഴിഞ്ഞ മാസം അധിക വിഹിതം കൂടി ചേർത്ത് 10 കിലോ അരി ലഭിച്ചിരുന്നു. എന്നാൽ ഈ മാസം 2 കിലോ അരി മാത്രമാകും ലഭിക്കുക. നീലക്കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോഗ്രാം വീതം അരി ജനുവരി മാസത്തിൽ ലഭിക്കും. കഴിഞ്ഞ മാസം റേഷന് പുറമെ അധിക വിഹിതമായി 5 കിലോ അരി കൂടി ലഭിച്ചിരുന്നു. അതേസമയം വെള്ള, നീല കാർഡുകാർക്ക് റേഷൻ വിഹിതത്തിൽ ആട്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്രെയിനിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിപ്പരിക്കേൽപ്പിച്ച് യാത്രക്കാരൻ. ബുധനാഴ്ച രാത്രി 10 മണിക്ക് കോട്ടയത്ത് വെച്ച് മലബാർ എക്സ്പ്രസിലാണ് സംഭവം. പത്തനംതിട്ട കൊടുമൺ സ്വദേശി അനിൽകുമാറാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിയത്. പ്രതിയെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് ഉദ്യോഗസ്ഥന്റെ പരിക്ക് ഗുരുതരമല്ല. ശംഖുമുഖത്ത് DJ പാർട്ടിക്കിടെ സംഘർഷം. പോലീസും SFI പ്രവർത്തകരും തമ്മിലാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തി. 12 മണിക്കും പാർട്ടി നിർത്താത്തതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. സ്റ്റേഷന് മുന്നിലും സംഘർഷമുണ്ടായി. ലാത്തിചാർജിൽ SFI പ്രവർത്തകർക്ക് പരിക്കേറ്റു. പിന്നാലെ ഇന്ന് SFI പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രവർത്തകർ വോളണ്ടിയർമാർ ആയിരുന്നുവെന്നും പോലീസ് പ്രകോപനമില്ലാതെ ആക്രമിച്ചുവെന്നുമാണ് SFIയുടെ വാദം. ആരും മദ്യപിച്ചിട്ടില്ലെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞതായി പ്രവർത്തകർ പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT സംഘത്തിനെതിരെ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ മന്ത്രി MB രാജേഷ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ VD സതീശൻ ഇപ്പോൾ മലക്കം മറിഞ്ഞുവെന്ന് മന്ത്രി MB രാജേഷ്. UDF കൺവീനറെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ SITയിൽ വിശ്വാസം നഷ്ടപ്പെട്ടോ എന്നും MB രാജേഷ് ചോദിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിൽ അതിജീവത പോലീസ് അന്വേഷണം ആവശ്യപ്പെടും. വസ്തുതാ പരിശോധന റിപ്പോർട്ടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. കോടതി കസ്റ്റഡിയിലുള്ള മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി 3 തവണ പരിശോധിക്കപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു. ഇതിൽ വസ്തുതാ പരിശോധന പൂർത്തിയായെങ്കിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു വസ്തുതാ പരിശോധന.